ഇതാണെന്ന് പറയണമെങ്കിൽ ഇത്രയുള്ള ഇവരുടെയൊക്കെ വാക്കിന്റെ വില. ഇവരൊക്കെയാണോ ദേശം നോക്കുന്ന കമാൻഡോസ് ഒക്കെ പറയുന്നത്? ഈ മേജർ രവിയെ കാട്ടി വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഞങ്ങൾക്കുണ്ടെന്ന് പക്ഷേ അദ്ദേഹത്തിന് തന്നെ അറിയാം. കേണൽ റാങ്കിലുള്ളവരും അല്ലാത്തവരും ഇല്ലാത്തവരും എന്നും പറയണ്ട ഈശ്വര. ഞാനിന്നലെ പറഞ്ഞതാണ്, എന്തോ ഇതിനകത്ത് ദേശസ്നേഹമല്ല, ഇത് വ്യക്തിസ്നേഹം കൊണ്ടാണ് ഇങ്ങനെ പൃഥ്വിരാജിനെ ചീത്ത വിളിച്ചത്. ഹായ് ഗൈസ്, കുറച്ച് കാലങ്ങളായിട്ട് ഡ്രഗ്സ് ആയിരുന്നു നമ്മളുടെ ഒരു മെയിൻ ടോപ്പിക് അല്ലേ. വെട്ടിക്കൊല്ലുന്നു, ചവിട്ടിക്കൊല്ലുന്നു, കുത്തിക്കൊല്ലുന്നു, അറ്റാക്ക് ചെയ്യുന്നു, സെക്ഷുവലി അബ്യൂസ് ചെയ്യുന്നു. അയ്യോ, പക്ഷെ ഇന്ന് വിഷയം ആകെ മാറി. എമ്പുരാൻ 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 എമ്പുരാൻ. പത്രം എടുത്താലും TV എടുത്താലും യൂട്യൂബ് എടുത്താലും ചർച്ചകൾ എടുത്താലും എമ്പുരാൻ മാത്രമാണ് ഒരു വിഷയം. ഞാൻ ഓൾറെഡി എമ്പുരാൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിരുന്നു. എമ്പുരാനിൽ കുറേ കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ സിനിമേനെ പൊതുവെ ഒരു എൻ്റർടൈൻമെൻറ്റ് ബേസ് ഉള്ള ഒരു സാധനമായിട്ട് മാത്രമാണ് ഞാൻ കാണല്. അപ്പോൾ ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവിൽ ഉദ്ദേശിച്ചത് അത്ര മാത്രമേ ഉള്ളൂ. സിനിമ എന്ന് പറയുന്ന സാധനത്തിന് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഇതൊന്നും ഒരു വലിയ വിഷയമാവില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ കോൺട്രവേഴ്സികൾ ഇങ്ങനെ മുറുകി 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 ആകെ പ്രശ്ന അവസ്ഥയിലോട്ട് എത്തിയിരിക്കുകയാണ്. എന്താണ് പറയുക, കുറേ സിനിമയുടെ പീസുകൾ കട്ട് ചെയ്ത് മാറ്റണം, കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള പീസുകളാണ് ഇനി വരാൻ പോകുന്നത്. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കോൺട്രവേഴ്സീസ് പറഞ്ഞ് തീരുകയാണെങ്കിൽ തീരാനൊന്നുമില്ല. എല്ലാ പാർട്ടിക്കാരും ഇളകിയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. പക്ഷേ റീസെൻ്റ്ലി ആണ് ഞാൻ കണ്ടത്, നമ്മുടെ നാട്ടുകാരുടെ ഒരു ബേസിക് സ്വഭാവമാണ്. ആദ്യം അങ്ങ് സപ്പോർട്ട് ചെയ്യും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേറെ എന്തോ ഒരു ഒപ്പീനിയനിലോട്ട് പോകും. ബാല എലിസബത്ത് വിഷയം വന്ന സമയത്ത് എല്ലാവരും എലിസബത്ത് സപ്പോർട്ടേഴ്സ് ആയിരുന്നു കൂടുതലും. ബാല സപ്പോർട്ടേഴ്സ് വളരെ കുറവായിരുന്നു. ഞാൻ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തില്ല, ഞാൻ ബാലനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെതായ ഒരു ഒപ്പീനിയൻ പറഞ്ഞ സമയത്ത് എല്ലാവരും കരുതിയത് ഞാൻ എലിസബത്തിനെ തേജോവധം ചെയ്തു എന്നാണ്. വീഡിയോൻ്റെ താഴെ ഫുള്ള് നെഗറ്റീവാണ്, എന്നെ പൂരം തെറിവിളിയാണ് നടന്നത്. പക്ഷെ ഞാൻ രണ്ടാമത് ഈ നെഗറ്റീവ് കമൻസിന് റെസ്പോണ്ട് ചെയ്തൊരു വീഡിയോ ഇട്ടപ്പോഴും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ ഒപ്പീനിയൻ മാറ്റിയിട്ടില്ല. പക്ഷേ ചില ആൾക്കാർ ആദ്യം ഒരു ഒപ്പീനിയൻ പറയും, പിന്നെ അതങ്ങ് മാറ്റും. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു എമ്പുരാൻ കോൺട്രവേഴ്സീസ് നടക്കുന്നുണ്ട്. സോ ഗൈസ്, ലെറ്റ്സ് ലുക്ക്. സിനിമാ മേഖലയിൽ ശത്രുക്കളുണ്ടെന്ന് മല്ലിക സുകുമാരൻ. എമ്പുരാന്റെ സ്ക്രിപ്റ്റ് എല്ലാവരും ഒരുമിച്ചിരുന്ന് വായിച്ചതാണ്. മേജർ രവിയുടെ പോസ്റ്റ് കണ്ടാണ് പ്രതികരിക്കാം എന്ന് തീരുമാനിച്ചത്. പൃഥ്വിരാജിന്റെ ജാതകം RSS മുഖപത്രത്തിന് അറിയില്ലെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ, മല്ലിക സുകുമാരൻ ഞാൻ പറയാണ്ട് എല്ലാവർക്കും അറിയാം, പൃഥ്വിരാജിന്റെ അമ്മയാണ്. അപ്പം മകന്റെ നേരെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സീസ് ഒക്കെ വരുന്ന സമയത്ത് ഏത് അമ്മയ്ക്കാണെങ്കിലും മകന്റെ സൈഡ് സംസാരിച്ചേ പറ്റൂ. അങ്ങനെ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അത് റിലേറ്റ് ചെയ്തിട്ട് മീഡിയക്കാർ ചോദിക്കുന്നു. അങ്ങനെ ഒരു മീഡിയക്ക് കൊടുത്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ക്ലിപ്പിംഗ് ആണ് നിങ്ങളിപ്പോ കണ്ടത്. അല്ലെങ്കിൽ പിന്നെ പടം കണ്ട് ഞങ്ങളോടൊക്കെ വന്ന് ഇറങ്ങി, അയ്യോ ഇത് ഹിസ്റ്ററി ആവും മോനെ, ചരിത്ര നേട്ടമാണിത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഹോളിവുഡിൽ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെയൊക്കെ വലിയ കെട്ടിപ്പിടിച്ച്, അയ്യോ എന്റെ പൊന്നി ചേച്ചി അമ്മയാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോയ ഒരാള് 2 ദിവസം കഴിഞ്ഞപ്പോൾ പൃഥ്വിരാജ് ചതിച്ച് ചെയ്തതാണെന്ന് പറയണമെങ്കിൽ ഇത്രയുള്ള ഇതിൽ ഇത്രയേ കൺവേ ചെയ്യുന്നുള്ളൂ. മേജർ രവി എന്ന് പറയുന്ന ആള് സിനിമേന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇറങ്ങിയ സമയത്ത് സിനിമേനെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് പൃഥ്വിരാജിന്റെ മേക്കിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പൊ കോൺട്രവേഴ്സീസ് ഒക്കെ മുറുകി പ്രശ്നം ഗുരുതരായ സമയത്ത് വേഗം പ്ലേറ്റ് അങ്ങ് മറിച്ചാളിന് പിന്നെ പൃഥ്വിരാജിനെ കയറി വധിക്കാൻ തുടങ്ങി. ഇതാണ് സംഭവം. ആരൊക്കെയാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും നമ്മൾ നമ്മളുടെ സ്റ്റാൻഡിൽ അങ്ങ് നിൽക്കണം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റേ ഇതാണ് ഒപ്പീനിയൻ എങ്കിൽ ദി എൻഡ് വരെ ഈ ഒപ്പീനിയനിൽ നിൽക്കണം. സാഹചര്യവും സിറ്റുവേഷൻസും ഒക്കെ അനുസരിച്ചിട്ട് നമ്മൾ നമ്മളുടെ ഒപ്പീനിയൻ ഇങ്ങനെ മാറ്റി മാറ്റി കളിക്കരുത്. അങ്ങനെ മാറ്റി മാറ്റി കളിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയാൻ ധൈര്യമില്ലാത്ത ഒരാളാണെങ്കിൽ പിന്നെ ഇങ്ങനെ പബ്ലിക്കായി കയറി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയരുത്. സിനിമയ്ക്കകത്ത് ഞാനൊരു എന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ വേറെ വല്ലവരെയും കൊണ്ടുപോയിട്ട് വൃത്തികേടായിട്ട് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ സിനിമയല്ലേ എന്ന് പറഞ്ഞിട്ട് കൈ കഴുകാനൊന്നും പറ്റില്ല സർ. പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടറും ഇത് നോക്കേണ്ടതായിരുന്നു. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. പൃഥ്വിരാജ് വേറെ ലെവല്. കാരണം അവനൊക്കെ ഭാഗ്യവാനാണ് ഇങ്ങനെ ഒരു പടമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ 2 ക്ലിപ്പിംഗ് കണ്ടപ്പോൾ എനിക്ക് ചിരിയാ വന്നെ. പൃഥ്വിരാജ് വേറെ ലെവലാന്ന് പറഞ്ഞ ആളാണ്. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തോന്നിവാസം കണ്ടിട്ടുണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് വീഡിയോ കണ്ടപ്പോ ഇതൊന്നും ആ വീഡിയോന്റെ ഉള്ളിൽ കണ്ടില്ലേ? പൃഥ്വിരാജ് അവരെല്ലാരും കൂടെ ചതിച്ചതാണ്, അദ്ദേഹം അറിഞ്ഞില്ലെന്ന്. മോഹൻലാൽ അത് പറയൂ, ആന്റണി പെരുമ്പാവൂർ അത് പറയൂ? പറയില്ല.
കാരണം ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ പേജിലെ ഒന്നാമത്തെ വാചകം മുതൽ ഒന്നിച്ചിരുന്ന് വായിച്ചവരാണ് അവരെല്ലാവരും. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പം മല്ലിക മാം പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മൾ ജസ്റ്റ് ആലോചിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഒരു സിനിമേന്റെ ഷൂട്ടിന് പോകുന്ന സമയത്ത് ഇപ്പോൾ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ എന്ന് വെച്ചാൽ 1 or 2 സീനിൽ മാത്രം അഭിനയിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, നമുക്ക് സമ്മതിക്കാം. കാരണം അവർക്ക് അറിയില്ല, കാരണം അവരുടെ ആക്ഷനോ റോളോ ഭാഗം എന്താ അഭിനയിക്കുന്നു പോന്നു. പക്ഷേ ബാക്കിയുള്ള ആൾക്കാർ, ഇപ്പൊ ലാലേട്ടനെ പോലെയുള്ള ആൾക്കാരൊക്കെ മെയിൻ റോളിൽ നിൽക്കുന്ന ആളാണ്. അവർക്ക് ഈ കഥയൊന്നും അറിയില്ല, അവരറിയാണ്ടാണ് ഇത് അഭിനയിച്ചത്, സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം ഇതൊരു വിശ്വസനീയമാണ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എന്തായി പറഞ്ഞാൽ അത്യാവശ്യം നല്ല ആൾക്കാരെല്ലാവരും പ്രതീക്ഷ കൊണ്ട് കാത്തിരുന്നൊരു പടമാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. റിലീസായി ഫസ്റ്റ് ഷോയിൽ തന്നെ എത്രയോ ആൾക്കാർ പോയി കണ്ടിട്ടുള്ളൊരു പടമാണിത്. ആ ഒരു പടം ഇറങ്ങിയപ്പോൾ ഉണ്ടായ ഒരു കോൺട്രവേഴ്സീസ്, ഒച്ചപ്പാട്, എല്ലാവരുടെയും ഒരു അറ്റൻഷൻ, അല്ലെങ്കിൽ വളരെ ചുരുക്ക സമയം കൊണ്ട് തന്നെ പടം കട്ട് ചെയ്തിട്ട് വേറെ പീസ് കാണിക്കാൻ, മീൻസ് കോൺട്രവേഴ്സീസ് ഉള്ള പീസൊക്കെ കട്ട് ചെയ്തിട്ട് സിനിമ വീണ്ടും കാണിക്കണം എന്ന രീതിക്കൊക്കെ നമ്മളെടുത്ത ഒരു ഫാസ്റ്റ് ആക്ഷൻ ഇല്ലേ, ഇത് എന്തുകൊണ്ട് ഇപ്പൊ നടക്കുന്ന ഈ സാമൂഹിക പ്രശ്നങ്ങൾക്കെതിരെ ഈ ഒരു സ്പീഡ് കാണുന്നില്ല? ഡ്രഗ് കേസ്, രണ്ടാമത്തെ ഡ്രഗ് കേസ്, മൂന്നാമത്തെ ഡ്രഗ് കേസ്, 200 ഗ്രാം, 2 ഗ്രാം, 7 ഗ്രാം, 200 ഗ്രാം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡെയിലി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം ഇല്ലല്ലോ, ഇതിനൊരു സ്പീഡ് ഇല്ലല്ലോ, ഇതിനൊരു ധൃതി ഇല്ലല്ലോ. ഇത് 1 or 2 ദിവസം ഡിസ്കസ് ചെയ്യുക, അത് കഴിഞ്ഞ് ആ ടോപ്പിക് അങ്ങ് അവിടെ കഴിഞ്ഞു. പിന്നെ അതിനെ കുറിച്ചൊരു വർത്താനല്ല. ഇനി അടുത്ത ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് വരുമ്പോൾ 2 ദിവസം. പക്ഷെ ഇതങ്ങ് വന്നപ്പോഴേക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് ഇറങ്ങി വലിയൊരു വിപ്ലവമാക്കി. വൈ നോട്ട് ബാക്കിയുള്ളതിലും ഇതേ എഫേർട്ടും ഇതേ സ്പീഡും ഇതേ ഇൻട്രസ്റ്റും എല്ലാത്തിലും നമുക്ക് കാണണം, എല്ലാ കാര്യത്തിലും കാണണം. ഇന്ന് ഈ സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് ഡ്രഗ്സ് ആണ്. ഡ്രഗ് യൂസേജും അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളും. എവിടെയാ അത് സ്റ്റോപ്പായിട്ടുള്ളത്? എവിടെയാ അതിനു വേണ്ടി എഫേർട്ട് നടന്നിട്ടുള്ളത്? എവിടെയാണ്? എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതിങ്ങനെ വിറ്റോണ്ടും ആക്കിക്കൊണ്ടും നടക്കുന്നത്? പേടിയില്ല, ഇന്നത്തെ ലീഗൽ സിസ്റ്റത്തിൽ ഒന്നും പേടിയില്ല. പിടിച്ചാൽ എന്താ വേഗം എസ്കേപ്പ് ആവാലോ എന്നൊരു മെന്റാലിറ്റിയാണ്. പക്ഷെ ഇപ്പോഴത്തെ വിഷയം എമ്പുരാനാണ്. എമ്പുരാൻ സിനിമയിൽ പോർട്രേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്, എല്ലാം തെറ്റാണ്, ഈ അഭിപ്രായമുള്ള ഒരാളല്ല. ആസ് എ വ്യൂവർ ഞാൻ സിനിമ കാണുന്നത് ഒരു എന്റർടൈൻമെന്റ് പേർപ്പസിനാണ്. എനിക്കൊരു എന്റർടൈൻമെന്റ് ആണ് സിനിമ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഉൾക്കൊള്ളണമെങ്കിൽ ഞാൻ ഉൾക്കൊള്ളും, ഉൾക്കൊള്ളണ്ടെങ്കിൽ ഞാൻ ഉൾക്കൊള്ളില്ല. അതിനുള്ളൊരു ബുദ്ധി എനിക്കുണ്ട്. ഇപ്പൊ ഒരു സിനിമ സീനിൽ തന്നെ കാണാൻ നായകൻ ഒറ്റയ്ക്ക് ഒരു 20 ആളെ അടിച്ചൊക്കെ ഇടുന്ന ഒരു സീൻ കാണാൻ നമുക്ക് പറ്റും. ഇത് കണ്ടിട്ട് ഉൾക്കൊണ്ടു, ആ നായകന് പറ്റിയില്ല, എനിക്കും പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞാൻ 20 ആളെ അടിക്കാൻ പോയിട്ടുണ്ട്, ഒരുത്തൻ അടി തന്നെ ഞാൻ വീഴും. അപ്പം ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നമുക്കുണ്ട്. പക്ഷെ ഇതിലോട്ട് വരുമ്പോൾ ഇത് ഇത്ര വലുതാ എന്തുകൊണ്ട് എനിക്ക് മനസ്സിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാലും നമ്മൾ മറക്കില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇത് മറക്കില്ല. കാരണം കുറെ ട്രോൾസ് ഞാൻ കണ്ടു ഈ രവി സാറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ആദ്യം പറഞ്ഞ ഒപ്പീനിയൻ, പിന്നെ അത് മാറ്റി, പിന്നെ രണ്ടാമത്തെ ഒരു ഒപ്പീനിയൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഫൺ ട്രോൾ വീഡിയോസ് ഒക്കെ ഇറങ്ങിയത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഒപ്പീനിയൻ പറയുന്ന സമയത്ത് നോക്കിയും കണ്ടു പറയാൻ ശ്രമിക്കുക. ഇനി ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ചാടി കളിക്കരുത്, അത് നല്ലൊരു കാര്യമല്ല. കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ ഇസ് എ പാർട്ട് ഓഫ് ലൈഫ്. എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും കോൺട്രവേഴ്സീസ്. എല്ലാവരും 100% പെർഫെക്റ്റ് ഒന്നുമില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യും, ചിലപ്പോൾ കുറച്ച് പേര് ചീത്ത പറയും. പക്ഷെ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ, അതിൽ ഉറച്ചു നിൽക്കാനുള്ളൊരു കഴിവ് എനിക്ക് ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. എനിവേ, എമ്പുരാൻ കോൺട്രവേഴ്സീസ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതിനിപ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഡെയിലി ഇതിനെപ്പറ്റി ചർച്ച, ഡിസ്കഷൻ ഒക്കെ ഉണ്ടാവും. അതിനനുസരിച്ച് എമ്പുരാൻ്റെ റീച്ചും ഇങ്ങനെ കൂടുകയാണ്. ഈ കാണണ്ടെന്ന് കരുതിയിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ ഇത് കാണാനുള്ളൊരു താല്പര്യം തോന്നും. കാരണം അത്രയ്ക്ക് വലിയൊരു PR വർക്കാണ് നമ്മളുടെ ന്യൂസിൽ കൂടെ നടക്കുന്നത്. ഈ ഫസ്റ്റ് ടൈം കണ്ടിട്ടുള്ള ആൾക്കാർ തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ ഇനി ഒന്നും കൂടെ പോയി കാണും. കാരണം ഞാൻ കണ്ടതിൽ ഏതൊക്കെ പീസാണ് ഇവർ കട്ട് ചെയ്ത് ഒഴിവാക്കിയെന്ന് അറിയാനുള്ളൊരിത്. സോ അവരെ സംബന്ധിച്ചിട്ട് സിനിമയ്ക്ക് റീച്ച് ഉണ്ടാവുക, ആൾക്കാരിലോട്ട് എത്തുക, അതിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനുള്ള ഒരു ഗ്രേറ്റ് PR വർക്ക് തന്നെയാണ് നമ്മളുടെ ന്യൂസും കാര്യത്തിൽ കൂടിയൊക്കെ നടക്കുന്നത്. ഓക്കെ, ഫൈൻ, നടക്കട്ടെ. ഐ വാസ് വെരി ഹാപ്പി ദാറ്റ് എല്ലാവരും ഈ ഒരു വിഷയത്തിന് ഒരുമിച്ച് നിന്ന് അങ്ങ് ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇതേ ഇൻട്രസ്റ്റ് ഇനി നടക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളിൽ കൂടിയും കാണണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ,
Guys, stay tuned for the next video. Tata, bye bye.